തത്തകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. കണ്ട തത്തകളൊക്കെ വന്നിരിക്കുന്ന നോക്കി, എന്തോരം തത്തകളാന്ന് നോക്കി വന്നിരിക്കുന്നു. അവർക്കൊക്കെ കൂട് കൂട്ടിയേക്കുന്നു, അതിനകത്തൊക്കെ കൂട് കൂട്ടിയേക്കുവാന്ന് തോന്നുന്നു. അവർക്ക് താമസിക്കാനൊരു സ്ഥലമായി. അപ്പോൾ ആഗ്രയിലെ താജ്മഹൽ എന്ന് പറയുന്ന പ്രതിഭാസങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇത്തരത്തിലുള്ള സ്ട്രീറ്റിലെ കാഴ്ചകൾ കൂടി നമ്മളെന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അതും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലെ വഴി വന്നേക്കുന്നത്. ഈ കാഴ്ചകളെ കൂടി നമ്മൾ എന്തായാലും കവർ ചെയ്യുന്നില്ല. ഹലോ ഗായ്സ്, അപ്പോൾ KGF ഫാൻസിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു പുതിയ മോണുമെൻ്റ് ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആഗ്രയിൽ തന്നെയുള്ളത്, ആഗ്രയിൽ തന്നെയുള്ള ഒരു പുതിയ മോണുമെൻറ്റിലേക്കാണ് ഞാനിപ്പോൾ എത്തിപ്പിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് പുതിയ മോണുമെൻറ്റ്. ഇത് കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീനിക റൗസ എന്നാണ് അതിൻ്റെ ശരിക്കുമുള്ള പേര്. ഇത് ഷാജഹാൻ്റെ സമയത്ത്, അതായത് 1600-കളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മോണ്യുമെൻ്റാണ് ഈ കാണുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ഒരു ഗ്രേറ്റ് വൈസർ, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു അൽഫസർ ഖാൻ ഷിരാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ടോംബാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഷാജഹാൻ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. മുഗൾ രാജഭരണകാലത്ത് നിർമ്മിച്ചിരിക്കുന്ന തന്നെയാണത്. അതേപോലെ തന്നെയാണ് പ്രതി കാണുന്ന ഈ ടോംബ് നിങ്ങൾ കാണുന്നത്, അതും ആ ഭരണകാലത്ത് നിർമ്മിച്ചേക്കുന്ന ടോംബാണത്. അപ്പോൾ അത് 1635, എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1635-ലാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. യമുന റിവറിൻ്റെ അതേ സൈഡിൽ തന്നെ, അതായത് യമുന റിവറിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് കാണാം കേട്ടോ. അതിൻ്റെയൊക്കെ ആർച്ചിൻ്റെയൊക്കെ ഡിസൈൻ നോക്കി നേരത്തെ ഉണ്ടായിരുന്ന ടോംബുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. തത്തകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. കണ്ട തത്തകളൊക്കെ വന്നിരിക്കുന്ന നോക്കി, എന്തോരം തത്തകളാന്ന് നോക്കി വന്നിരിക്കുന്നു. അവർക്കൊക്കെ കൂട് കൂട്ടിയേക്കുന്നു, അതിനകത്തൊക്കെ കൂട് കൂട്ടിയേക്കുവാന്ന് തോന്നുന്നു. അവർക്ക് താമസിക്കാനൊരു സ്ഥലമായി. അവർ കൂട് കൂട്ടിയേക്കുന്ന അതിനകത്ത് തത്തകൾ കൂട് കൂട്ടിയേക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉണ്ട് ഈ കൺസ്ട്രക്ഷൻ വരുന്നത്. അത്രയധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ടോംബാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തിയേക്കുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചേക്കുന്ന ഒരു ശവകുടീരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞു പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് സിമെൻറ്റൊക്കെ തേച്ച് അവർ ചെയ്തിരിക്കുവാണ് അത്. പിന്നെ രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുവാണ് കാണുന്നത്. അതിൻ്റെ ഡിസൈൻസൊക്കെ ഓൾമോസ്റ്റ് പണ്ടതൊക്കെ കുറച്ച് കാലപ്പഴക്കം കാരണം ഇതാക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട നിർമ്മിതികളാണ് ഇതൊക്കെ. ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. കേട്ടോ, അതിൻ്റെ അകത്തേക്ക് നമ്മൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ അകത്ത് ടോംബ് കണ്ടോ, അതിനകത്ത് ശവകുടീരം കണ്ടോ, അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതാണ് വിശ്വസിക്കുന്നത്. എൻ്റെ അകത്തുണ്ട് കണ്ടോ. ഇതിനകത്ത് എൻ്റെ ശവകുടീരങ്ങൾ കണ്ടതിനകത്ത് കാണാൻ പറ്റുന്ന കാണാൻ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊക്കെ നോക്കി അത്രയധികം വലിയൊരു ടോംബാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്താണോ ഫുൾ കൺസ്ട്രക്ഷൻ. ഇതൊക്കെ ഇൻ്റർലോക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ എല്ലാം അതേപോലെ തന്നെയാണ്. നമ്മുടെ ശവകുടീരങ്ങളും കാര്യങ്ങളൊക്കെ ചെരുപ്പിട്ട് കയറാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഞാൻ കയറി അകത്തോട്ട് കയറി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ നമുക്ക് എല്ലാം ഇവിടുത്തെ ഓൾമോസ്റ്റ് ഞാൻ ആഗ്രഹങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ തന്നെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റും എല്ലാത്തിനും മൈതാനങ്ങളാണ് ഏറ്റവും വലിയ അട്രാക്ഷൻസ് ഉള്ളത്. മൈതാനങ്ങളാണ് അതിന് ചുറ്റും എല്ലാത്തിലുള്ളത്. എല്ലാ കൺസ്ട്രക്ഷൻ്റെ കീഴിലും ഇവിടെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കാൻ നോക്കി അതേപോലെ തന്നെ അവർ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ തേച്ച് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് മൈതാനവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇതിനെപ്പറ്റിയാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഡിസ്കസ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഈ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ ബാക്ക് ടു നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്കിനി പോകണം. പിന്നെ ഞങ്ങളിവിടെ അതിൻ്റെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിക്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. സിറ്റി നഗരങ്ങളിലൊക്കെയാണ് ഇപ്പോൾ കാണുന്ന സിറ്റി ഇതാണ് അവിടുത്തെ. അതായത് ആഗ്രയിലെ മെയിൻ സിറ്റി അല്ലാത്ത പ്രധാനപ്പെട്ട സിറ്റികളിലാണ് അത് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ നല്ല ഒരു ഇതിനും ഒരു
വേറെ മുഖമുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ ആ തരത്തിലുള്ള ഇതിനകത്തേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. എല്ലായിടത്തും പോകും, എല്ലാവരും പോകുന്നിടത്തൊക്കെ പോകും, എന്നാൽ പോകാൻ പറ്റാത്തടത്തൊക്കെ നമ്മളും പോകും. സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് കണ്ടത്. ഇപ്പം നമ്മൾ പോകുന്ന വഴിയാണ്. ഇപ്പം നേരെ തിരിച്ച് നമ്മളിനി റൂട്ട് തിരിച്ച് നേരെ ഇനി നമ്മുടെ സ്റ്റേ അവിടെയൊക്കെ പോകണം. അപ്പം അതിന് മുന്നേ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ. അപ്പോൾ ഇന്ന് രാത്രിയിലേക്കുള്ള ഭക്ഷണം മേടിച്ചിട്ട് വേണം എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി അവിടെ താജ്മഹൽ റിട്ടേൺ ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇനി അങ്ങോട്ട് നടന്നേ ഇല്ലണം. അപ്പോൾ നടന്ന് തന്നെയാണ് പോകുന്നത്. ഇപ്പം ഇനിയിപ്പോൾ നടന്ന് തന്നെയാണ് പോകാൻ പറ്റത്തുള്ളൂ, വേറെ നിർത്തിയില്ലല്ലോ. അത്രയും ദൂരം നടക്കാണ്ട് 6-7 കിലോമീറ്റർ കൂടി ഇനിയിപ്പോൾ ഉണ്ട് ഇനി അങ്ങോട്ട് ചെല്ലാനായിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ ഉണ്ടായ കാഴ്ചകൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റി കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ബ്രിഡ്ജിൻ്റെ അകത്തൊക്കെ ഉണ്ടായത് പോകുന്നു. ഇനി ബ്രിഡ്ജ് കണ്ടത് യമുന റിവറാണ് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഈ ബ്രിഡ്ജ് ഇനി നിങ്ങൾക്ക് കയറണം. ഇനി ഈ ബ്രിഡ്ജിൽ കൂടി ആണ് നമ്മൾ പോകുന്നത്. നടന്നുകൊണ്ട് ഈ ഭാഗത്തൊക്കെ യമുന റിവറാണ് കാണുന്നത്. അപ്പുറത്ത് നമുക്ക് ബ്രിഡ്ജുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ഇതാണ് കുറച്ചും കൂടി എളുപ്പം പോകാനായിട്ട്. അപ്പോൾ ഈ റൂട്ടാണ് കാണിച്ചേട്ടാ. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ, ഇവിടുത്തെ എല്ലാ ഓട്ടോകളിലും ഇതേപോലത്തെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇതാണ് അവിടെ. ഞാൻ അവിടെ നിന്ന് ആഗ്ര സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്ത ഓട്ടോയും ഇതുപോലെ തന്നെയായിരുന്നു. മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കുത്തിയിറച്ചു. ഒരു പയ്യൻ്റെ ആയിരുന്നു. ആ പയ്യനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇതായിട്ടുള്ള ഓട്ടോ ആയിരുന്നു. ഭയങ്കര ഇതായിരുന്നു അവിടെ ഇവിടുത്തെ. നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഭാഗത്തൊക്കെ ഉണ്ട് ആഗ്ര ഫോർട്ടും കാര്യങ്ങളും. ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് അങ്ങാട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലുണ്ട്. ആഗ്ര ഫോർട്ട് ആ ഭാഗത്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് നമുക്ക്. ഇനി താജ്മഹലൊക്കെ അപ്പുറത്തെ സൈഡാണ് ആ താജ്മഹൽ. ആ സൈഡൊക്കെയാണ് താജ്മഹൽ വരുന്നത് കേട്ടോ. അധികം പക്ഷികളും കാര്യങ്ങളൊക്കെ താഴെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അവിടെയൊക്കെ പക്ഷികൾ നിൽക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ പക്ഷികളാണ് അവിടെ നിൽക്കുന്നത്. പണ്ടൊക്കെ ഈ കാണുന്ന പ്രാവ് പോലത്തെ ഒക്കെ ഇത് പക്ഷികളില്ല, പക്ഷികളാണ് കാണുന്നത്. വേസ്റ്റ് നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ മെയിൻ റോഡ് വഴിയാണ് കയറുന്നത്. ഇതിന് ഇപ്പുറത്ത് ഈ ഫുട്പാത്ത് വഴി കയറിയാൽ മതിയായിരുന്നു. ഈ വഴി പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മെയിൻ റോഡ് വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് നടക്കാം, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അവിടെ നിന്ന് എത്ര ദൂരം നടക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ കൂടി ഭക്ഷണം പോകുന്ന വഴിക്ക് കഴിക്കണം. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാന്നുള്ള പ്ലാനാണ്. ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് നമ്മളൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനിലേക്കാണ് പോകാനേക്കുന്നത്. ഒരുപാട് ഇതും കാണുന്നുണ്ട്. ഈ ഇലക്ട്രോണിക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. അതൊക്കെ വില കുറവാണ് ഇവിടെ. ഭയങ്കര എല്ലാത്തിനും വില കുറവാണ്. എല്ലാത്തിനും ഭയങ്കര വില കുറവാണ്. ഒരുപാട് കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ, അല്ലെങ്കിൽ ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ സ്ട്രീറ്റ് വഴിയാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഗ്രയിലെ താജ്മഹൽ എന്ന് പറയുന്ന പ്രതിഭാസങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇത്തരത്തിലുള്ള സ്ട്രീറ്റിലെ കാഴ്ചകൾ കൂടി നമ്മളെന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അതും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലെ വഴി വന്നേക്കുന്നത്. ഈ കാഴ്ചകൾ കൂടി നമ്മൾ എന്തായാലും കവർ ചെയ്യുന്നില്ല. ഇപ്പോൾ പ്രധാനപ്പെട്ട ഏരിയകളിലോട്ടൊക്കെ നമ്മൾ ഇപ്പോൾ ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ആഗ്രയിലെ പ്രധാനപ്പെട്ട തെരുവ് പ്രദേശങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാത്ത സ്ഥലങ്ങളാണ്. നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഏരിയകളൊക്കെ. നമ്മൾ സാധാരണ കാണുമ്പോൾ താജ്മഹലും അതേപോലെ തന്നെ ആഗ്ര ഫോർട്ടും ഇതൊക്കെ മാത്രമേ നമ്മൾ കണ്ണിൽ പെടുത്തുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ജീവിതങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുക പോലും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഇതിനകത്തേക്ക് എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യണം കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സാധാരണ എല്ലാവരും കാണുന്ന പ്രദേശങ്ങളാണെന്നെങ്കിൽ ഈ എപ്പിസോഡിൽ നമ്മൾ ഇതൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ കാണാത്ത പ്രദേശങ്ങളിൽ കൂടി നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. റെഡ് ഫോർട്ടിൻ്റെ
റെഡ് ഫോർട്ടല്ല, ആഗ്ര ഫോർട്ടിൻ്റെ ഒരു ഭാഗമുണ്ടോ. ആഗ്ര ഫോർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിനി നേരിന് അങ്ങോട്ട് പോകണം. നേരിന് നടന്ന് ആ ഭാഗത്തേക്ക് പോകണം കേട്ടോ. ആ ഭാഗത്തേക്ക് ചെന്നിട്ട് വേണമെങ്കിൽ താജ്മഹൽ ചെന്നിട്ട് വേണം അവിടെ നിന്ന് ഇനി ഭക്ഷണം കഴിക്കുന്ന പരിപാടികളൊക്കെ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ താജ്മഹൽ ഇപ്പോഴത്തെ സൈഡിലേക്കുള്ള വെസ്റ്റ് ഗേറ്റിലേക്കുള്ള മാർക്കറ്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഒരുപാട് സാധനങ്ങളും അതും സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. പേടയും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം. ഗുരി പേട എന്നങ്ങനെ പറഞ്ഞ ഒരുപാട് ഇതുണ്ട്. നമുക്ക് ഈ ആഗ്രയിൽ വരുന്നവർക്ക് പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഈ പേട എന്ന് പറയുന്ന സംഭവം. നാട്ടിലെ പോലത്തെ ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ആഗ്രയിൽ വന്നു കഴിയുമ്പോൾ പ്രധാനം ശരിക്കും പേടയാണ്. ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കാണാനായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പേടാസിൻ്റെ പ്രധാനപ്പെട്ടതാണ്. പേടകളുടെ സ്റ്റോറാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. വേറെ സ്ട്രീറ്റിലേക്ക് എത്തി. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് പോകണം. ലെഫ്റ്റ് പോയിട്ട് ഈസ്റ്റ് ഗേറ്റിന് അവിടെ എത്തണം. ഈസ്റ്റ് ഗേറ്റിന് അവിടെ എത്തിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഹോട്ടലിൽ റൂം എടുത്തേക്കുന്ന സ്ഥലത്തേക്ക് നടക്കാനായിട്ട്. അപ്പോൾ നാളെ പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളെ ആയിരിക്കും പറയുന്നത്. എപ്പിസോഡിൽ ഞാൻ പറയും. പരമാവധി ആഗ്രയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളും ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ നിങ്ങളുടെ ഇതൊന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കട്ടെ. ഗൂഗിൾ മാപ്പ് പല എന്താ പറയുക ഇതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇത് തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പല കണ്ടുള്ള ഉപകാരങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിനൊരു ഉപകാരമാണ് ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തിൽ കൂടി തന്നെ കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഒരു ജംഗ്ഷനിലേക്ക് എത്തും. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ഈസ്റ്റ് ഗേറ്റിലേക്ക് വന്നിട്ടുണ്ട് കാഴ്ച. പിന്നെ ഇവിടെ നിന്ന് നടക്കണം കുറച്ച്. ഇനി നമ്മളിവിടെ ചെന്നിട്ട് നേരത്തെ കഴിച്ച സ്ഥലത്ത് ചെന്നിട്ട് ഭക്ഷണം വാങ്ങണം. അപ്പോൾ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭക്ഷണം ഉണ്ടാവും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം ഒരുപാട് ഞാൻ ലേറ്റായി. ഇന്ന് വിചാരിച്ച പോലെ എനിക്ക് കറക്റ്റായിരുന്നു പാലിക്കാൻ വേണ്ടി 2 മണിക്കൂറോളം ഞാൻ എന്തായാലും ഡിലേ ആയിരുന്നു. അത് മൊത്തം അതായത് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ കവർ ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് കേട്ടോ അത്രയും സംഭവിച്ചത്. ഡിലേ വന്നു. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എത്തുമായിരുന്നു. ഇപ്പം ഇനിയിപ്പോൾ നേരെ ഒന്നല്ലെങ്കിൽ ഫുഡ് ഞാൻ മേടിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിച്ചിട്ട് ഫുഡ് വൈകിട്ടത്തേക്കുള്ള ഫുഡ് മേടിക്കണം. പാഴ്സൽ എന്തെങ്കിലും മേടിച്ചിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ചെന്ന് കഴിയാൻ പറയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എവിടെയെങ്കിലും ഫുഡ് കിട്ടുമോ എന്നുള്ളത് നോക്കണം. നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഫുഡ് കിട്ടുമോ എന്നുള്ളത് നോക്കണം. നോക്കിയിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. കാരണം ഞാൻ ആ അറ്റം വരെ പോയി, അതാണ് പറ്റിപ്പോയത്. കാരണം വെച്ചാൽ ഒരുപാട് ദൂരം നടന്നങ്ങാട് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വിഷയം. ഉച്ചയ്ക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊരു പ്രോബ്ലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് വെള്ളം കുടിച്ചുള്ള ഇതായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വൈകുന്നേരം ചെന്നിട്ട് ഫുഡ് മേടിക്കണം. ഫുഡ് മേടിച്ച് കഴിക്കാം. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ഒട്ടും വയ്യ. എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കണം. വിശന്നിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പാഴ്സൽ വാങ്ങിയിട്ട് വേണം പോകാൻ. ഇനി എപ്പോൾ എത്തുമെന്നും അറിയില്ല. റൂമിൽ ആകെ മൊത്തത്തിൽ ഇന്ന് കറങ്ങി ആകെ ആവശ്യമായി കഴിച്ചു. ഞാൻ എന്താണ് കഴിക്കാൻ പോകുന്നത്. താലി പറഞ്ഞ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് കഴിച്ചിട്ട് വേണം ഞങ്ങളുടെ പോകാനായിട്ട്. പാഴ്സലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ വേറെ എവിടെ നിന്നെങ്കിലും പാഴ്സൽ മേടിക്കേണ്ടി വരും. പോകുന്ന വഴിക്ക് എന്തായാലും മേടിക്കാം.
അപ്പം ഇനി ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്, അത് ജസ്റ്റ് കാണിക്കാൻ ഇവിടെയും കൂടി നമ്മൾ കാണിക്കണമല്ലോ. വന്നിട്ട് എല്ലാ ഏരിയ നമുക്ക് കവർ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് മോശമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയും കൂടി വന്നേട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്തൊരു സ്ഥലത്തിലെ വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതിയൊരു ദിവസം ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം.